ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് കേക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മളിതിൽ പഞ്ചസാരയോ മുട്ടയോ മൈദയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഓട്സ് ഇനി നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഓട്സ് ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കൊക്കോ പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മധുരമില്ലാത്ത അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ 10 ഡേറ്റ്സ്, കുരുവില്ലാത്ത സീഡ്ലെസ് ആയിട്ടുള്ള ഡേറ്റ്സ് 1/2 കപ്പ് പാലിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ കുതിർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഡേറ്റ്സ് ആണ് നമ്മുടെ കേക്കിന് മധുരവും കൊടുക്കുന്നത്, അതോടൊപ്പം ഇത് നല്ല ഹെൽത്തിയാണ്. ഇനി നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇവിടെ എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല, നെയ്യ് മാത്രം, അതും വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാലെടുത്ത് കുറേശ്ശെ പാൽ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 1/2 കപ്പോളം പാലിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മിക്സായി. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഈനോ ആണ്. 1 ടീസ്പൂൺ ഈനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡറിന് പകരമാണ് നമ്മൾ ഈനോ യൂസ് ചെയ്യുന്നത്. ഇനി ബാക്കി പാലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ മൊത്തം ഇതിൽ 1 കപ്പ് പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് പാൽ ഡേറ്റ്സ് കുതിർക്കാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കേണ്ട ട്രേ എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ ട്രേയിൽ ഫുള്ളായിട്ടൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകും. ഇനി നമ്മുടെ കേക്ക് നമ്മൾ ഓവനിലല്ല കുക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഒരു പ്രഷർ കുക്കറിൽ അടിയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തതാണ്. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് പ്രീ ഹീറ്റ് ചെയ്തതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കേക്ക് ട്രേ വച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 35 to 40 മിനിറ്റ്സ് എടുക്കും. മീഡിയം ഫ്ലെയിമിലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, കുക്കറിൻ്റെ വെയിറ്റ് നമ്മൾ മാറ്റിയിട്ട് വേണം വയ്ക്കാനായിട്ട്. ഇപ്പോൾ ഒരു 35-40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി കേക്ക് വെന്തിട്ടൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ക്യൂവർ ഇതിലേക്ക് വെച്ച് നോക്കാം. ഓക്കെ, സ്ക്യൂവറിൽ ഇപ്പോൾ അധികം കേക്കൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പം നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇനി കേക്ക് കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നല്ല ചൂടാണ്. ഇപ്പോൾ കേക്ക് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയാണ്. നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടെ ഒഴിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുവാണ്. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ ഈ ഹെൽത്തി ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇൻഫോ കാർഡിലും കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രീസറിലല്ല, ഫ്രീസറിന് താഴെ വെച്ചാൽ മതി. അപ്പോൾ നമുക്കിനി 1 മണിക്കൂറത്തേക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഓട്സ് കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. പിന്നെ നമുക്കിതിൽ ഒരുപാട് മധുരം ആ ഒരു ടേസ്റ്റ് അല്ല, ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെയൊക്കെ ടേസ്റ്റാണ്. എന്നാലും ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ
പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെയും മെയിലിലൂടെയും അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്രിയപ്പെട്ടവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. വീണ്ടും മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.